അസ്സലാമലൈക്കും. ഇന്ന് നമ്മുടെ യാത്ര തൊള്ളായിരങ്കണ്ടിയിലേക്കാണ്. അപ്പോൾ ഈ തൊള്ളായിരങ്കണ്ടി വരുന്നത് വയനാട് ജില്ലയിലാണ് കേട്ടോ. വയനാട് ജില്ലയിലെ മേപ്പാടി എന്ന സ്ഥലത്ത് നിന്ന് 12 കിലോമീറ്ററാണ് നമ്മുടെ തൊള്ളായിരങ്കണ്ടിയിലേക്കുള്ളത്. ഞങ്ങളുടെ യാത്ര ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ. തമിഴ്നാട്ടിലെ മുടുമല ടൈഗർ റിസർവ് അഭയാരണ്യം ഗസ്റ്റ് ഹൗസിലായിരുന്നു ഞങ്ങളെ ഇന്നലത്തെ സ്റ്റേ. അവിടുന്ന് ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി വയനാട് വൈക്കായിരുന്നു വന്നത്. അപ്പം കരുതി തൊള്ളായിരങ്കണ്ടിയിലേക്കൊന്ന് പോവാമെന്ന്. ആ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ ഏതായാലും നമുക്ക് തൊള്ളായിരങ്കണ്ടി കാണാൻ പോവാം. തൊള്ളായിരങ്കണ്ടിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ്. അത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി. ഇനി കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ജീപ്പിലാണ് പോകേണ്ടത്. കാർ പാർക്ക് ചെയ്ത സമയത്ത് ഇതാ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടോ. അങ്ങനെ ആ കാഴ്ച എല്ലാം കണ്ട് നമ്മൾ ജീപ്പ് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജീപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ കേട്ടോ. മുകളിൽ നമ്മൾ ഇറക്കി തന്നിട്ട് അവിടുന്ന് നമ്മൾ തിരിച്ചിവിടെ ആക്കി തരും. അതിന് 1500 രൂപയാണ് ജീപ്പിന് പറഞ്ഞത്. കാർ അങ്ങോട്ട് പോകാൻ പ്രയാസമാണ്, കാരണം ഓഫ് റോഡ് കൂടെയാണ് നമ്മളെ യാത്ര. ബൈക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജീപ്പ് നല്ല തട്ടലും മുട്ടലേക്കേനു. അപ്പോൾ ഞങ്ങൾ ബഹളം കേട്ടിട്ട് ഡ്രൈവർ പറയുന്നുണ്ട് ഇതൊന്നല്ല ഇനി വരാനുണ്ട്. ആ ഇതാ ബൈക്കിൽ വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ഓഫ് റോഡ് യാത്ര. അതേതാണ് സൂപ്പർ ആയിക്കണ്. നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മലയോര ആനക്കൂട്ടങ്ങൾ ഡ്രൈവർ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കണ്ടിട്ട് അതൊന്ന് നോക്കി. പക്ഷേങ്കിൽ എനിക്ക് വീഡിയോയിലേക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം കുറേ ലോങ് ആണല്ലോ. ഇവിടെ ഒരു ദിവസം വന്ന് കണ്ടു പോകാമെന്ന് മാത്രമല്ല കേട്ടോ, ഇനി താമസിക്കുകയാണെങ്കിൽ കുറേ റിസോർട്ടുകളും ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടേ. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്താനുള്ള ഈ ഓഫ് റോഡ് യാത്ര പൊളി തന്നെയാണ് കേട്ടോ. പക്ഷേ എങ്കിൽ മോളിങ്ങനെ കരയുന്നുണ്ട്. ജീപ്പിലത്തെ ചാട്ടമൊക്കെ ഒക്കെ പേടിയായിട്ട് ഞാനിനി ജീപ്പിൽ കയറൂല, ജീപ്പിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അവള്. ഇവിടെ എത്തിയപ്പോൾ ഡ്രൈവർ പറഞ്ഞു അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ, ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെയാണ് ചാടുന്നത്, തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കയറിയ ജീപ്പിൽ ഡ്രൈവർ ഏതായാലും എല്ലാം പറഞ്ഞും കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങളിവിടെ വരികയാണെങ്കിൽ അവരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് വരുന്നത് 200 രൂപയാണ്. ഞങ്ങൾ 4 ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. പിന്നെ ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇവിടുന്ന് ഫ്രീ ആയിട്ട് കോട്ട് തരുന്നുണ്ടായിരുന്നു. ചെറുങ്ങനെ കയറിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിട്ടു.
ഇവിടെ എന്താ കുട്ടികൾ കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ ക്ലാസ് ബ്രിഡ്ജിലേക്ക് പോവാം. അത് മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിതാ തൊള്ളായിരം കണ്ടിയുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്തിയിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ മുകളിൽ അവിടേക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് വേണം ബ്രിഡ്ജിലേക്ക് കയറാൻ. അപ്പോൾ ഞാൻ ചെരുപ്പും കോട്ടൊക്കെ അയച്ചു വെക്കുകയാണ്. ബ്രിഡ്ജിനുള്ളിലേക്ക് കയറി അവിടെ കണ്ട് നമ്മൾ തിരിച്ച് വന്നാൽ പിന്നെ നമ്മൾ ഒന്നുകൂടി കയറട്ടെ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. കാരണം ഒരു വട്ടം മാത്രമാണ് ടൈം അനുവദിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ മറ്റൊരു കാഴ്ചയായിട്ട് ഈ ഊഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ 50 രൂപ കൊടുത്താൽ അവിടെ ഉള്ളവർ നമ്മളെ ആക്കിത്തരും. പിന്നെ അതാ മരത്തിൻ്റെ മുകളിലെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇപ്പം ടൈം 3 മണിയായി. 3:30 ആകുമ്പോഴത്തേക്കും താഴേക്ക് വരണമെന്നാണ് ജീപ്പിലെ ഡ്രൈവർ പറഞ്ഞത്. കാരണം നമ്മൾ വന്ന ജീപ്പിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ 900 കണ്ടിൽ നിന്ന് യാത്രയാവുകയാണ്. മുകളിലോട്ട് കയറി പോകുന്നതിനെക്കാട്ടിലും പ്രയാസമായിരുന്നു കേട്ടോ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ. കാരണം ജീപ്പിൽ നിന്ന് മുന്നോട്ടേക്ക് പോയിട്ട് ശരിക്കും ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രൈവർ പോകുമ്പോൾ പറഞ്ഞിരുന്ന ആ വെള്ളച്ചാട്ടമൊക്കെ ഞങ്ങൾ കണ്ട് തിരിച്ചു പോകുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.